കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ കർത്താവിന് ഒരു മാനവും മഹത്വവും അർപ്പിക്കുക. ഓരോ ദിവസവും നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും അത് ശ്രേഷ്ഠമാണ്, അത് അത്ഭുതമാണ്, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തിയാണ്. നമ്മുടെ സമശിഷ്ടങ്ങൾ പലരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, പലരും നിത്യരോഗികളായി കഴിയുമ്പോൾ, ഒരു ദിവസം കൂടെ ആരോഗ്യത്തോടും ബലത്തോടും ഈ ഭൂപരപ്പിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകിയതിനെ ഓർത്ത് ഞാൻ രാജാവിന് മഹത്വം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ തലമുറ എല്ലാം ദൈവത്താൽ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം 34-ാം സങ്കീർത്തനം 17-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. അപ്പോൾ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം. ആരുടെ കഷ്ടങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ ആരെയാണ് കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത്? ഈ വാക്യത്തിൽ എഴുതിയിരിക്കുക, യഹോവ വിടുവിക്കുന്നത് എല്ലാവരുടെയും കാര്യമല്ല, നീതിമാന്മാരുടെ നിലവിളിയുടെ മുമ്പിൽ. നീതിമാന്മാരായി ജീവിക്കുന്നവർ, ദൈവമക്കളായി ജീവിക്കുന്നവർ നിലവിളിച്ചു. അവരുടെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നപ്പോൾ, ഞെരുക്കം വന്നപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. ദൈവം പ്രാർത്ഥന കേട്ട് ആശ്വാസവും അതിനു വേണ്ട മറുപടിയും കൊടുത്തതായി വേദപുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പ്രിയരെ, നമ്മുടെ കണ്ണുനീരിൻ്റെ മറുപടി തരും. നീ ഒരു നീതിമാനാണെങ്കിൽ, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് നീ എങ്കിൽ, നേരോടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ, ദൈവഭക്തിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, ഒരിക്കലും നിങ്ങൾ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഇവിടെ ഇതാ ഈ വാക്യത്തിൽ പറയുകയാണ്, നീതിമാനായവർ നിലവിളിച്ചു, യഹോവ കേട്ടു. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത തൻ്റെ മക്കളുടെ കണ്ണുനീര് കാണുക, കേൾക്കുക. അത് സ്വാഭാവികമായി ദൈവം തൻ്റെ പ്രക്രിയയിൽ കൂടെ അത് ചെയ്തെടുക്കുന്നതാണ്. നമുക്കറിയാം, തിരുവചനത്തിൽ പഴയ നിയമത്തിൽ തന്നെ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു, യഹോവയോട് കരഞ്ഞു, അവരുടെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചു. അവർ അടിമ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഊഴിയ വിചാരകന്മാരുടെ മുമ്പിൽ കിടന്ന് ചാട്ട കൊണ്ടുള്ള അടി വാങ്ങി. നോക്കുക, വല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടെ ഇസ്രായേൽ ജനം കടന്നു പോവുകയാണ്. പക്ഷെ അവരവരുടെ ദൈവത്തോട്, ഏകസത്യ ദൈവത്തോട് ഇസ്രായേൽ നിലവിളിച്ചു. അതുകൊണ്ട് മോശയോട് പറയുക, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടത കാണുന്ന, നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ആ ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ഇസ്രായേൽ മക്കൾ കട്ടച്ചൂളയിൽ പണിയെടുക്കുമ്പോൾ അവരുടെ മുതുകത്തു വീഴുന്ന ചാട്ടയുടെ അടി, അവരുടെ ദേഹാസനം അവരെ മുറിപ്പെടുത്തി. അവരുടെ ശരീരത്തിൽ മാത്രമല്ല മുറിവുകൾ, അവരുടെ ഹൃദയത്തിലും മുറിവുകൾ വന്ന് അവർ വല്ലാതെ അസ്വസ്ഥപ്പെടുകയാണ്. എന്നാൽ ആ നിലവിളി യഹോവ കാതുപൊത്തി എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. മോശയോട് പറഞ്ഞത്, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ നീതിമാന്മാരായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ ദൈവസന്നിധി നിലവിളിച്ചപ്പോൾ ഒരു മോശയെ അവരുടെ ഇടയിൽ നിന്നും ദൈവം എഴുന്നേൽപ്പിച്ചിട്ട് അവരെ മരുഭൂമി വഴിയായി കനാൻ ദേശത്തേക്ക് കൊണ്ടെത്തിച്ച്, വെച്ചിട്ടില്ലാത്ത വീടും കുഴിച്ചിട്ടില്ലാത്ത കിണറും നട്ടിട്ടില്ലാത്ത തൈകളും പാല് തേന് ഒഴുകുന്ന ഒരു വലിയ രാജ്യം, അല്ലെങ്കിൽ ഒരു സ്ഥലം ദൈവം അവർക്ക് ദാനം കൊടുക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നിലവിളിക്കുന്ന വിഷയത്തിന് ഒരു മറുപടിയുണ്ട്. നിങ്ങൾ കരയുന്ന വിഷയത്തിന് മറുപടിയുണ്ട്.
ഒരുപക്ഷെ നിങ്ങൾ നിലവിളിക്കുന്നത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കാം, ഒരുപക്ഷെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ വിടുതലിനും മാനസാന്തരത്തിനു വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെയോ ഒരു വഴി അടയപ്പെട്ട് കിടക്കുന്നു, അത് തുറക്കാൻ വേണ്ടിയായിരിക്കാം. എന്നാൽ നിലവിളി കേൾക്കുന്ന ദൈവം തൻ്റെ മക്കൾക്കു വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്ത് സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി മാനിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ശക്തമായിട്ട് പറയാം, നിങ്ങൾ എവിടെയെങ്കിലും വഴി അടഞ്ഞ ഒരു വ്യക്തിയായിരിക്കും. എത്ര നോക്കിയിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ, ഒരു ജോലി പ്രാപിക്കാൻ കഴിയാതെ, ഒരു സ്വസ്ഥത പ്രാപിക്കാൻ കഴിയാതെ, ജീവിതത്തിൽ ഒത്തിരി നിന്ദകളും കഷ്ടങ്ങളും വേദനകളും മാത്രം അനുഭവിച്ച് ബന്ധുക്കാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി, നീ എന്തുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു, നിനക്കെന്താ ജോലി കിട്ടാത്തെ, നിൻ്റെ കുഞ്ഞുങ്ങളെന്താ നന്നാകാത്തെ, നിൻ്റെ കുടുംബത്തിലെന്താ ഈ ദാരിദ്ര്യം മാറാത്തെ, ഈ അവസ്ഥയ്ക്ക് എന്താ നീക്കുപോക്ക് കിട്ടാത്തെ എന്ന ചോദ്യചിഹ്നങ്ങൾ തലയ്ക്ക് മീതെ സർപ്പം പത്തി വിടർത്തി നിൽക്കുന്നത് പോലെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ വെല്ലുവിളിക്കുന്നെങ്കിൽ, അതിൻ്റെ നടുവിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന, കരയുന്ന, ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഒരു കൂട്ടം ആളുകളെ നോക്കി ഞാൻ ഇന്ന് രാവിലെ ദൂത് കൈമാറുകയാണ്. നിങ്ങൾ നാളുകൾക്ക് മുമ്പ് കരഞ്ഞ വിഷയത്തിന്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിലവിളിച്ച വിഷയത്തിന്, അത് ജോലിയാകാം, ആരോഗ്യമാകാം, വിദ്യാഭ്യാസമാകാം, ആ വിഷയത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്ത് ഒരു മറുപടി അയച്ച് നിങ്ങളെ വഴി നടത്താൻ, നിങ്ങളെ ശക്തീകരിക്കാൻ, വിടുവിക്കുവാൻ എൻ്റെ ദൈവം ജീവിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് രാവിലെ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ നിലവിളിച്ച് നോക്ക്. മനുഷ്യരുടെ മുമ്പിലല്ല നിങ്ങൾ നിലവിളിക്കേണ്ടത്. ഒരുപക്ഷെ അപ്പൻ്റെ മുമ്പിൽ, കൊച്ചപ്പൻ്റെ മുമ്പിൽ, മാവിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ചേട്ടൻ്റെ മുമ്പിലൊക്കെ നമ്മൾ നിലവിളിച്ച് ചിലപ്പോൾ അപേക്ഷിച്ചിട്ടുള്ളവരായിരിക്കാം. മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ ചിലപ്പോൾ കരഞ്ഞു കാണിച്ചിട്ടുണ്ടാകാം. എന്നെ ഒന്ന് സഹായിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് സഹായിക്കണം, ഒരു ജോലി തരണം, ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. പലരുടെയും വാതിൽ പോയി മുട്ടിയിട്ടുണ്ടാകാം. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് നീ വല്ലാതെ വിഭ്രാന്തി ആയ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരാം. വഴി അടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നാളുകളായി, വർഷങ്ങളായി നിൻ്റെ മുമ്പിൽ ഒരു വഴി തുറക്കാതെ, എവിടെയെങ്കിലും ഒരു നീക്കുപോക്കില്ലാതെ അടയ്ക്കപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾ കഴിയുന്നതെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം, നീ ഒരു നീതിമാനാണെങ്കിൽ, ഒരു ദൈവവേദലാണെങ്കിൽ, നിൻ്റെ നിലവിളി കേൾക്കാൻ ഈ ഭൂമിയിൽ ആരുമില്ലെങ്കിലും, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ആരും നിൻ്റെ നിലവിളി കേട്ടില്ലെങ്കിലും, ആരും നിന്നെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിലും, സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചില്ലെങ്കിലും, നിനക്ക് വേണ്ടി കരുതുവാനും നിങ്ങൾക്ക് വേണ്ടത് നൽകി തരുവാനും കഴിവുള്ള സർവശക്തനായ ഒരു നല്ല കർത്താവുണ്ട് എന്നുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ മറന്നു പോകരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി ഇന്ന് പകലൊരു ദൂത് ഞാൻ കൈമാറാം. നിങ്ങളുടെ നിലവിളി ഇന്ന് നിങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടില്ല എന്ന് വന്നാലും അധികം താമസിക്കാതെ നിങ്ങളുടെ വീട്ടിൽ ഒരു അനുഗ്രഹം വരുന്നുണ്ട്. അധികം താമസിക്കാതെ, മാസങ്ങൾ ദീർഘമാക്കാതെ നിങ്ങളുടെ ഭവനത്തിൽ ഒരു വലിയ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായ ഒരു നന്മ വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴി നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ പോകുകയാണ്. നാലാടെ മുമ്പിൽ പരിഹസിച്ച് മാറ്റി നിർത്തപ്പെട്ട അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അതിന് നടുവിൽ ഇസ്രായേൽ മക്കൾ കട്ടച്ചൂളയിൽ കിടന്ന് നിലവിളിച്ചതുപോലെ നീയും നിലവിളിക്കുന്ന ഒരാളാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ, ദൈവസന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്ന് രാവിലെ നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, ഒപ്പിയെടുക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവമുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, ആരെന്നെ സഹായിക്കുമെന്ന് ചിന്തിച്ച് നിരാശപ്പെടേണ്ട. ഞാൻ തകർന്നു പോയോ, തീർന്നു പോയോ, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ലയോ എന്നുള്ള ചിന്തയിൽ നിങ്ങളെ തന്നെ നശിപ്പിക്കരുത്. സ്വർഗം നിങ്ങളെ അറിയുന്നു, നിങ്ങളുടെ കുടുംബത്തെ ദൈവം അറിയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവം അറിയുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നതിനേക്കാൾ മുമ്പ്, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ആ ആവശ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തുന്നതിന് മുമ്പ് നിങ്ങളെ നന്നായി അറിയാവുന്ന, നിങ്ങളുടെ സാഹചര്യം അറിയാവുന്ന, നിങ്ങളുടെ അവസ്ഥ അറിയാവുന്ന, നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ അറിയാവുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതെന്നുള്ള കാര്യം മറക്കരുത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയാം, നിലവിളിക്ക് ഒരു മറുപടിയുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നവനെ മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം നിലവിളിപ്പിക്കുകയില്ല.
മനുഷ്യൻ്റെ മുമ്പിൽ നിലവിളിച്ചിട്ട് ദൈവസന്നിധി പോയിരിക്കുകയല്ല ചെയ്യേണ്ടത്. പകരം മനുഷ്യൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നതിനേക്കാൾ മുമ്പേ ദൈവസന്നിധി പോയി എന്ന് പറ, കർത്താവേ എൻ്റെ കുഞ്ഞിനൊരു വഴി തുറക്കണം, എൻ്റെ മോക്കൊരു വഴി തുറക്കണം, എൻ്റെ മോനൊരു വഴി തുറക്കണം, ആ രാജ്യത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ വിവാഹം നടക്കണം. കർത്താവേ എന്നെ ഇനിയും കൈവിടല്ലേ, ഇനിയും ദീർഘമാക്കല്ലേ. ഈ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം, ഈ കുഴിയിൽ നിന്ന് എന്നെ കരകയറ്റി എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ അപ്പാ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അത്ഭുതകരമായ വിടുതൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ രുചിച്ചറിയും. നിങ്ങൾ എവിടെയാണോ തകർന്നത് അവിടെ ദൈവം നിങ്ങളെ മാനിക്കും. ആരുടെ മുമ്പിലാണോ നിങ്ങൾ നിരാശ അനുഭവിച്ചത്, നിങ്ങൾ കുറ്റപ്പെട്ടത്, അവിടെ ദൈവം നിങ്ങളുടെ തല ഉയർത്തും. അവിടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് ജനത്തോട് ഞാൻ ഇന്ന് രാവിലെ ദൂത് പറയുകയാണ്. ആ ദൂത് ഇങ്ങനെയാണ്: നിങ്ങൾ കരഞ്ഞ സ്ഥലത്ത് ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾ ഉണങ്ങിപ്പോയ മേഖലയിൽ തന്നെ നിങ്ങളെ പൊട്ടി പുറപ്പെടുവിച്ച് പുതിയ വിത്ത് വിടർന്നു വരുന്നത് പോലെ നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരും. ഇന്ന് വരെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത പുതിയ ചില മേഖലകളും അതിൻ്റെ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകിത്തരും. നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ ചാറ്റൽ മഴ പോലെ, ഒരു വലിയ വീശിയടിക്കുന്ന കാറ്റുപോലെ ചില വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്ന അനുഗ്രഹങ്ങൾ വർഷിപ്പിച്ചു തരും, നിങ്ങളുടെ കണ്ണുനീര് ദൈവസന്നിധിയിൽ എത്തിയാൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ പറയാം: മടിക്കണ്ട, കരഞ്ഞോ, ദൈവം നിങ്ങളുടെ വീട്ടിൽ അത്ഭുതം ചെയ്യും. മടിക്കണ്ട, ദൈവസന്നിധി നിങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞോ, ദൈവം നിങ്ങളുടെ കൊച്ചുങ്ങളെ മാനിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ നന്മകൾ ദൈവം തരും. ഒരു കാരണവശാലും നിങ്ങൾ ക്ഷീണിച്ചും തകർന്നും പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങൾക്ക് വേണ്ട നന്മകൾ ദൈവം നൽകിത്തരും. ജീവിതത്തിൽ വലിയ നന്മകളും അനുഗ്രഹങ്ങളും പൂത്തുലഞ്ഞ് നിൽക്കുന്ന വൃക്ഷം പോലെ, കായ്കനികളോടുകൂടെ നിൽക്കുന്ന വൃക്ഷം പോലെ അനുഗ്രഹമായി നിങ്ങളുടെ കുടുംബം തലയെടുത്ത് നിൽക്കുന്ന നാൾ അതിവിദൂരമല്ല. അതിന്ന് രാവിലത്തെ പ്രവചന ദൂത് ഞാൻ പറയുകയാണ്. വിശ്വസിച്ചാൽ നിന്റെ കണ്ണുനീരിന് മറുപടി തരാൻ എൻ്റെ ദൈവം ജീവിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ എൻ്റെ കർത്താവ് ജീവിക്കുന്നു. നിങ്ങളെ കൈവിടത്തില്ല, നിങ്ങളെ ഉപേക്ഷിക്കില്ല. അമ്മ മാറിയാലും അപ്പൻ മാറിപ്പോയാലും മാറാത്ത ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഈ ദൂത് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ: നിലവിളിച്ചാൽ മറുപടിയുണ്ട്. ഇസ്രായേൽ നിലവിളിച്ചു, ദൈവം അവർക്ക് വാഗ്ദത്ത ദേശത്തെ കൊണ്ടെത്തിച്ചു. അവരുടെ കട്ടച്ചൂളയിൽ അല്ലെങ്കിൽ അടിമ വീട്ടിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവന്നു. ദൈവം അവർക്ക് വേണ്ടി ഒരു മോശയെ ഒരുക്കിയെടുത്തു. നിങ്ങൾക്ക് വേണ്ടി ഒരു മോശയെ ഒരുക്കിയെടുത്ത് നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം, നിങ്ങൾ ആഗ്രഹിച്ച തുറമുഖം, നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനം ദൈവം നിങ്ങൾക്ക് നൽകി. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്ക്, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പേര് വലുതാകാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അടഞ്ഞ വാതിൽ തുറക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ വലിയ അന്തരീക്ഷങ്ങൾ ദൈവം നൽകാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല ദൂതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ജനത്തെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു. കർത്താവെ, സകല കഷ്ടങ്ങളും ഞങ്ങളെ വിടുവിക്കുന്ന ദൈവമേ, ഈ പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിന് മറുപടി കൊടുക്കണേ. രോഗികളെ സൗഖ്യമാക്കണേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കണേ. കർത്താവ്, എവിടെയൊക്കെയോ ഇവർ കഷ്ടപ്പെടുന്നു, അവിടെയെല്ലാം ഒരു മറുപടി കൊടുക്കണേ. ഇന്ന് വരെ അവർ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും ഉയർച്ചകളും നന്മകളും നൽകിക്കൊടുത്ത് കർത്താവെ, ഇവർ തലയെടുത്ത് നിൽക്കത്തക്ക നിലയും നാലാടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ ഇവർ അനുഗ്രഹിക്കപ്പെടത്തക്ക നിലയിൽ കർത്താവ് ഇവരെ മാനിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 34 സങ്കീർത്തനം 17 വാക്യം വെച്ച് ഞാൻ ഇവരെ അനുഗ്രഹിച്ച് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗത്തിലെ ദൈവം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, വിടുവിച്ചതിനായി സ്തോത്രം, ദൈവമഹത്വം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സ്ഥിതി മാറും. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് കാണുന്നുണ്ട്. ഭാരപ്പെടേണ്ട. ദൈവം നാളെ നിങ്ങൾക്ക് ഒരു കൊയ്ത്ത് വച്ചിട്ടുണ്ട്.